കണ്ണൂർ കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. റിജിൽ മാക്കുറ്റി ആദ്യഘടലായി ഡിവിഷനിൽ മത്സരിക്കും. 38 ഡിവിഷനുകളിൽ കോൺഗ്രസും 18 ഡിവിഷനിൽ മുസ്ലിം ലീഗും മത്സരിക്കും. ഒരു തർക്കവുമില്ലാതെ ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥി നിർണയമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, കണ്ണൂർ കോർപ്പറേഷനിലെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായല്ലേ കോൺഗ്രസിൽ? ദിവസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ UDF അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 38 കോൺഗ്രസ് മത്സരിക്കും, ഒപ്പം 18 മുസ്ലിം ലീഗ് മത്സരിക്കുക. മുസ്ലിം ലീഗ് ഈ സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിൽ ഏറെ കാലം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയത് വാരം ഡിവിഷൻ മുസ്ലിം ലീഗിന് ലഭിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. കോൺഗ്രസിന്റെ ഈ സിറ്റിംഗ് ഡിവിഷൻ ഇത്തവണ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KP താഹിറാണ് ജനവിധി തേടുക. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ 38 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് KPCC അംഗമായിട്ടുള്ള റിജിൽ മാക്കുറ്റിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. 10 വർഷമായിട്ട് CPM-ന്റെ കയ്യിലിരിക്കുന്ന ആദ്യഘടലായി എന്ന് പറയുന്ന ഡിവിഷനിലാണ് റിജിൽ മാക്കുറ്റി മത്സരിക്കുക. ഈ ഡിവിഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റിജിലിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഒപ്പം തന്നെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിമാരായി പരിഗണിക്കപ്പെട്ടിരുന്ന അമൃത രാമകൃഷ്ണൻ എന്ന മുൻ കോൺഗ്രസ് നേതാവ് N രാമകൃഷ്ണന്റെ മകളെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഒപ്പം മറ്റു 2 പേർ നേരത്തെ തന്നെ നമ്മൾ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് P ഇന്ദിരയും ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീജ മഠത്തിലും മത്സര രംഗത്തുണ്ട്. ശ്രീജ മഠത്തിൽ മുണ്ടയാട് സീറ്റിലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് P ഇന്ദിര എന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ഡെപ്യൂട്ടി മേയർ പയ്യാമ്പലത്തുമാണ് ജനവിധി തേടുന്നത്. ഏതായാലും വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിനകത്ത് UDF-ന് ഒരു ആത്മവിശ്വാസം നൽകുന്നു. ഒപ്പം തന്നെ ഇത്തവണ 40-നടുത്ത് സീറ്റുകൾ പിടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അമൃത.